സമുദായത്തിന്റെ മൗലികമായ അവകാശം ധ്വംസിക്കുകയും അവരുടെ മതപരമായ അനുഷ്ഠാനത്തെ, ആചാരത്തെ പൂർണ്ണമായി നിരാകരിക്കുകയും അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, ആ സ്വത്തുവകകൾ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിലവിലെ നിയമമനുസരിച്ച് അത് കൈകാര്യം ചെയ്യാൻ അർഹതപ്പെട്ടിട്ടുള്ള ആ സമുദായത്തിലെ അംഗങ്ങളെ നിയമിക്കുകയും ബോർഡിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയമിക്കുകയും ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇന്നത് മാറ്റിയിട്ട് വഖഫ് ബോർഡിലും അതുപോലെ തന്നെ വഖഫ് കൗൺസിലിലും 2 വീതം അമുസ്ലിംകളായിട്ടുള്ള ആളുകളെ നിയമിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് ധാരണയില്ലാത്ത, അതിനെക്കുറിച്ച് അറിവില്ലാത്ത, തീർത്തും ഏതു തരത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റാവുന്ന വിധം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ദുഷ്ടലാക്കോടുകൂടെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത്. എന്നാൽ മറ്റു ആരാധനാലയ ബോർഡുകൾ നമ്മുടെ രാജ്യത്തുടനീളമുണ്ട്. ഏതെങ്കിലും ബോർഡുകളിൽ മറ്റുള്ള മതവിശ്വാസികളെ ആ ബോർഡിന്റെ അംഗങ്ങളായോ അതിലെ നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൈകാര്യകർത്താക്കളായോ നിയമിക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ഇവിടെ അവർ ശ്രമിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിതിൽ നിന്ന് ബോധ്യമാകുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുകയും ഈ രാജ്യത്ത് നിന്ന് അവർക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പിറകിലുള്ള ചിന്ത എന്ന് തീർത്തും ബോധ്യമാവുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി നമുക്കറിയാം യു പി സർക്കാർ ചെയ്തിട്ടുള്ളത്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം അത് പൂർണ്ണമായി നിരാകരിക്കുകയും ആ ജുമാ നമസ്കാരത്തിന് വിലക്കേർപ്പെടുത്തുകയും ഹോളി ആഘോഷത്തിന്റെ ദിവസം നിങ്ങളുടെ ആരാധന വേണ്ടെന്ന് പറയാൻ ധാർഷ്ട്യം കാണിക്കുകയും ധൈര്യം കാണിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്തെ അസ്വസ്ഥരാവുകയും അവർ അസമത്വം നേരിടുകയും ചെയ്യുന്ന സമയത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. ആ അരക്ഷിതാവസ്ഥ രാജ്യത്തിന്റെ സുസ്ഥിരമായ ഭാവിയെ തകർക്കാൻ ഉതകും വിധം ഈ രാജ്യത്ത് സംഘർഷങ്ങളും സംഘടനകളും ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളും ഉണ്ടാക്കുകയും അതിനെ മുതലെടുത്തുകൊണ്ട് രാജ്യത്ത് സംഘപരിവാറിന്റെ നയനിലപാടുകൾ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാണ്. ഏറ്റവും ആശ്വാസ്യകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത് കർണാടകയിൽ നിന്നാണ്. കർണാടക സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദിവസം കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ വഖഫ് നിയമത്തിനെതിരെ അതിശക്തമായ രീതിയിൽ അവിടുത്തെ നിയമസഭ തന്നെ പ്രമേയം പാസാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ആ സർക്കാരിന്റെ നീക്കത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതരത്വവും രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ്മയും ഒരുമയും ഉണ്ടാകണമെന്നാണ് ഈ ധർണാ സമരത്തിലൂടെ SKSSF പറയാനുള്ളത്. മറ്റു 2 വിഷയങ്ങൾ ആരാധനാലയ സംരക്ഷണ നിയമമാണ്. ഒന്ന്, ആരാധനാലയ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് 1991 നമ്മുടെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമമാണ്. ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശമാണ്. ആ അവകാശത്തിന്റെ ധ്വംസനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പൽ ഷാഹി മസ്ജിദ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ മസ്ജിദുകൾ, ആ മസ്ജിദുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അവിടെയുള്ള ആ മസ്ജിദുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ അജ്മീർ ദർഗാ ഷരീഫ് ഉൾപ്പെടെയുള്ള മസാറുകൾ, പുണ്യഗേഹങ്ങൾ, സൗഹൃദങ്ങളുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒത്തുചേരുന്ന പുണ്യഭൂമിയായിട്ടുള്ള ആ ദർഗാ ഷരീഫ് ഉൾപ്പെടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കീഴ്ക്കോടതികളെ സമീപിച്ചുകൊണ്ട് രാജ്യത്ത് പ്രശ്നകലുഷിതമായ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സംഘപരിവാറുകൾ ഇവിടെ നടപ്പാക്കുന്നത്. അതിനൊരിക്കലും കൂട്ടുനിൽക്കരുത്. രാജ്യത്തെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്നതിന് വേണ്ടി അത് ധ്വംസിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി രാജ്യത്തെ മതേതര കൂട്ടായ്മകൾ ഉണർന്നു ചിന്തിക്കണമെന്നാണ് ഈ സമയത്ത് SKSSF പറയാനുള്ളത്. അതുപോലെ തന്നെ ബഹുസ്വരതയെ തകർക്കുന്ന ഏക സിവിൽ കോഡ്. ഈ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യപൂർണമായ നാടാണ്. വിവിധങ്ങളായിട്ടുള്ള ആരാധനകൾ, വിവിധങ്ങളായിട്ടുള്ള വേഷങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ എല്ലാം ഒത്തുചേർന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സുന്ദരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യം
ആ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ തകർക്കും വിധം ഒരു ശിലയിലേക്ക്, ഒരു കോഡിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് ദുഃഖകരവും ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അനീതിയുമാണെന്ന് പ്രഖ്യാപിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ SKSF ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും കണ്ണു തുറപ്പിക്കുകയും മുഴുവൻ ആളുകളുടെയും പിന്തുണയാർജിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമായ, മതേതരത്വ വിരുദ്ധമായ ഭരണഘടനാ ധ്വംസനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനിയും കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയുള്ള കാലത്ത് രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, സംഘർഷരഹിതമായ ഇന്ത്യക്കു വേണ്ടി നമ്മൾ ഇന്നലെ വരെ കണ്ടുപോകുന്ന സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി, രാജ്യത്തിന്റെ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് SKSF മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർണാ സമരം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ജില്ലാ SKSFന്റെ നേതാക്കളെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിക വാചകം ചൊല്ലി ഈ സംഗമത്തിന്റെ ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്